ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിൻ്റെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ആനുവൽ എക്സാമിൻ്റെ 2024-25 വർഷത്തിലെ ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ദ എബിലിറ്റി ഓഫ് എ മീഡിയം to influence the speed of light passing through it is called the dash of the medium. അപ്പോൾ അതിനെന്താ പറയുക? എബിലിറ്റി ഓഫ് ദ മീഡിയം. ഒരു മീഡിയത്തിൻ്റെ എബിലിറ്റി അത് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് പാസിങ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് ദ ഡാഷ് ഓഫ് ദ മീഡിയം. എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം. We need a dash to change the state of motion or rest of an object. We need a dash. എന്ത് വേണം നമുക്ക്? We need a unbalanced external force വേണം അല്ലേ? We need a unbalanced external force to change the state of motion or rest of an object. What does the symbol റെപ്രസെൻ്റ്? അപ്പോൾ ഈ തന്നിരിക്കുന്ന സിമ്പൽ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സെല്ല്, സ്വിച്ച്, ബൾബ്, റെസിസ്റ്റർ. എന്താണ്? റെസിസ്റ്ററാണ്. അപ്പോൾ ആൻസറാണ് അപ്പുറത്തെ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ? ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ഇൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. അപ്പോൾ ഫസ്റ്റ് പെയറിൻ്റെ റിലേഷൻ നോക്കിയിട്ട് അതുപോലെ സെക്കൻഡ് പെയർ കംപ്ലീറ്റ് ചെയ്യുക. വീണ സ്ട്രിങ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹാർമോണിയം എന്തായിരിക്കും? റീഡ്സ് ആയിരിക്കും. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡാഷ് ഓഫ് ഒബ്ജക്റ്റ്. എന്താണ്? സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സെക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 6 to 10 ആണ്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ്. ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതിയാൽ മതി. ദെൻ അതിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ: കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട് പ്രോപ്പർലി. ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തോ ഒരു സാധനം രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ മറ്റേത് എന്തായിരിക്കും? എന്ത് എനർജി ആയിരിക്കും? കൈനറ്റിക് എനർജി. അപ്പോൾ ഇതിനൊക്കെ കൂടി വരുന്ന മേലെ എന്താ വരിക? മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ മെക്കാനിക്കൽ എനർജി 2 തരമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഓക്കെ. ഇനി പൊട്ടൻഷ്യൽ എനർജി 2 തരമായിട്ട്: പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഡാഷും അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ഡാഷും. എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു പൊസിഷനും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു കോൺഫിഗറേഷനും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7: ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻ ആസ് ഐദർ ഇനേഷ്യ ഓഫ് റെസ്റ്റ് ഓർ ഇനേഷ്യ ഓഫ് മോഷൻ. അപ്പോൾ എന്താണ് തന്നിരിക്കുന്നത്? ക്ലാസിഫൈ ചെയ്യുക. ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണോ അതോ ഇനേഷ്യ ഓഫ് മോഷൻ ആണോ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ നോക്കാം. എ ബോൾ റോൾഡ് ഓൺ എ ലെവൽ ഫ്ലോർ കണ്ടിന്യൂസ് ടു മൂവ് ഫോർവേഡ്. അപ്പോൾ എന്താണ്? ഒരു ബോള് നമ്മൾ ഫ്ലോറിൽ കൂടെ പോകുന്ന ബോൾ എന്താണ്? അതിൻ്റെ മൂവ്മെൻറ്റ് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ പറയുന്നതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഓക്കെ. നെക്സ്റ്റ്: എ മാംഗോ ഫോൾസ് ഫ്രം ദ ട്രീ വെൻ ദ ബ്രാഞ്ച് ഈസ് ഷേക്കൺ. അപ്പോൾ ഒരു ബ്രാഞ്ച്, ഒരു കൊമ്പ് കുലുക്കുമ്പോൾ എന്താണ്? അതിലത്തെ മാംഗോ താഴേക്ക് വീഴുന്നു. അതെന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. നെക്സ്റ്റ്: പാസഞ്ചേഴ്സ് ഇൻ ദ ബസ് ടെൻഡ്സ് ടു ഫോൾ ബാക്ക്വേർഡ് വെൻ ദ ബസ് സഡൻലി ആക്സലറേറ്റ്സ് ഫോർവേഡ്. എന്താണ്? ബസ് ഇപ്പോൾ നിർത്തിയിട്ട് ഇരിക്കുന്ന ബസ്സാണെങ്കിൽ പെട്ടെന്ന് അത് ഇട്ടാൽ എന്താണ്? അതിലുള്ള പാസഞ്ചേഴ്സ്, നമ്മളൊക്കെ ബസ്സിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിലുള്ള പാസഞ്ചേഴ്സൊക്കെ ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ബാക്ക്വേർഡിലേക്ക് പോകും. അപ്പോൾ അതെന്താണ്? അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. നെക്സ്റ്റ്: എ ബോൾ റോൾഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട് കണ്ടിന്യൂസ് ടു മൂവ് ലോങ് എ സ്ട്രെയിറ്റ് ഫോർവേഡ് ലൈൻ സം മോർ ടൈം. അപ്പോൾ ഒരു ബോൾ ഇപ്പോൾ നിലത്ത് കൂടെ പോയോണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്തിയാൽ എന്താണ്? അത് കുറച്ച് നേരം കൂടി അങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ അതെന്താണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഓക്കെ. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇഫ് ഫോൾസ്,
കറക്റ്റ് ദ അണ്ടർലൈൻഡ് പോർഷൻ. അപ്പോൾ എന്താണ്? ട്രൂവും ഫോൾസും ആണ്. ദ ടോട്ടൽ EMF obtained by connecting cells in parallel is equal to the sum of the EMFs of the cells. അപ്പോൾ ഇതെന്താ ട്രൂ ആണോ ഫോൾസ് ആണോ? അപ്പോൾ അതെന്താണ്? അത് ഫോൾസ് ആണ്. അവിടെ പാരലൽ അല്ല വരിക, അവിടെ സീരീസ് ആണ് വരിക. ദ ടോട്ടൽ EMF obtained by connecting cells in series is equal to the sum of the EMFs of the cells ആണ്. ഇനി നെക്സ്റ്റ് എന്താ? എ വോൾട്ട്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ഡിവൈസ് ഇൻ എ സർക്യൂട്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ട്രൂ ആണ്, അതുകൊണ്ട് ട്രൂ എന്ന് എഴുതുക. ദെൻ ഈ ലൈന് അതേപോലെ എടുത്തെഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. ഡിസ്ക്രൈബ് ദ എക്സ്പെരിമെൻറ്റ് ടു പ്രൂവ് ദ സൗണ്ട് റിക്വയേഴ്സ് എ മീഡിയം ടു ട്രാവൽ. സൗണ്ടിന് ഒരു മീഡിയം റിക്വയർഡ് ആണെന്ന് പറയുന്ന എക്സ്പെരിമെൻ്റ് എഴുതാണ്. അപ്പോൾ അതെന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ആക്ടിവിറ്റി ഓഫ് റിമൂവിങ് എയർ ഫ്രം ദ ബോട്ടിൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ദ ബെൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് എഴുതാം. ഓക്കെ, ഈ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ പിക്ചർ. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഡൗൺ വാട്ട് ഈസ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി ഇൻ ദ പിക്ചർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എയും ബിയും എന്താണ്? എ എന്ന് പറയുന്നത് ഹൈ പ്രഷർ റീജിയനും ബി എന്ന് പറയുന്നത് ലോ പ്രഷർ റീജിയനുമാണ്. വിച്ച് പാർട്ട് ഓഫ് ദ ഇയർ വൈബ്രേറ്റ്സ് ഫസ്റ്റ് വെൻ സൗണ്ട് വേവ്സ് എൻ്റർ. അപ്പോൾ എന്തെങ്കിലും സൗണ്ട് വേവ്സ് എൻ്റർ ചെയ്താൽ ചെവിയുടെ ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യുക? ഏത് ഭാഗമാണ് വൈബ്രേറ്റ് ചെയ്യുക? ചെവിയുടെ ഇയർ ഡ്രമ്മാണ് ആദ്യം വൈബ്രേറ്റ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 11. റൈറ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ ഈച്ച് ഓഫ് ദ സിറ്റുവേഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സിറ്റുവേഷനിൽ ഏത് കൈൻഡ് ഓഫ് എനർജി, പൊട്ടൻഷ്യൽ എനർജിയാണ് സ്റ്റോർ ആവുന്നത്? എനർജി ഓഫ് എ കോക്കനട്ട് ഓൺ ടോപ്പ് ഓഫ് എ ട്രീ, അതേതാണ്? ഡ്യൂ ടു പൊസിഷനാണ്. ഇനി എനർജി ഓഫ് എ കംപ്രസ്ഡ് സ്പ്രിങ് ഏതാ? ഡ്യൂ ടു കോൺഫിഗറേഷൻ. ദെൻ അടുത്തതോ? എനർജി ഓഫ് വാട്ടർ ഇൻ എ ടാങ്ക് ലൊക്കേറ്റഡ് അറ്റ് എ ഹൈറ്റ്. അത് എന്താണ്? പൊസിഷനാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. എ ബോഡി ഓഫ് മാസ് ഓഫ് 1 kilogram ഹാസ് എ വെയ്റ്റ് ഈക്വൽ ടു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ദ ഒബ്ജെക്റ്റ്. അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ ദ മാസ് ഓഫ് എൻ ഒബ്ജെക്റ്റ് ഈസ് 120 kilo. കാൽക്കുലേറ്റ് ഇറ്റ്സ് വെയ്റ്റ് ഓൺ എർത്ത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത് 120 കിലോനാണ്. അങ്ങനെയാണെങ്കിൽ എർത്തിൽ അതിൻ്റെ മാസ് എത്രയായിരിക്കും? അപ്പോൾ വെയ്റ്റ് ഓഫ് എ 120 kilogram ഒബ്ജെക്റ്റ് ഓൺ ആൻ എർത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് m×g ആണ്. ഇവിടെ m എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 120 കിലോനാണ്. ഇൻറ്റു g എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷൻ്റെ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ 9.8 m/s² ആണ്. അപ്പോൾ അത് ചെയ്താൽ നമുക്ക് 1176 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് ദ ഒബ്ജെക്റ്റ് ഓൺ ദ മൂൺ? വാട്ട് അബൌട്ട് ഇറ്റ്സ് വെയ്റ്റ്? അപ്പോൾ ഇതിൻ്റെ മാസ് എന്താ പറയുക? മൂണിലത്തെ മാസ് എന്തായിരിക്കും? അവിടുത്തെ വെയിറ്റ് എന്തായിരിക്കും? അപ്പം മൂന്നിലത്തെ മാസ് എന്ന് പറയുന്നത് എന്താണ്? 120 kilogram തന്നെയാണ്. മാസ് അവിടെയും ഇവിടെയും സെയിം ആണ്. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ? m×g എന്ന് പറയുന്നത് ജിയുടെ വാല്യൂ 1.62 ആണ് കിട്ടുക. അപ്പോൾ 120 × 1.62 ഈസ് ഈക്വൽ ടു 194.4 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 13 ആണ്. Energy is the ability to do work. What is the unit of energy? എന്താണ്? എനർജി എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? എനർജിയുടെ യൂണിറ്റ് എന്തായിരിക്കും? എനർജിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഇനി ഇഫ് 21 calories ഓഫ് ഹീറ്റ് എനർജി ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ടു വർക്ക്, ഹൗ മച്ച് വർക്ക് വിൽ ബി ഡൺ? 21 calories ഓഫ് ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹൗ മച്ച് വർക്ക് വിൽ ബി ഡൺ? എത്രത്തോളം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും? എത്രത്തോളമാണ്?
ഒരു ജൂൾ എന്ന് പറയുന്നത് 4.2 കാലറീസ് ആണ്. അങ്ങനെയാണെങ്കിൽ 21 കാലറീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 4.2 ഈസ് ഈക്വൽ ടു 5 ജൂൾ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ 5 കിലോഗ്രാം ഒബ്ജെക്റ്റ് വെൻ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ? അപ്പോൾ എത്രയാണ് അതിൻ്റെ എന്ന് പറയുന്നത് mgh ആണ്. m എന്ന് പറഞ്ഞാൽ 5 ആണ്. g എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് 9.8 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും 490 ജൂൾ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14, two resistors of 2 ohm and 4 ohm are connected in series with a switch and a 3-volt battery. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ട് വരയ്ക്കുക. ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ഇൻക്ലൂഡിങ് വോൾട്ട് മീറ്റർ ആൻഡ് അമ്മീറ്റർ ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ ആദ്യം സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, കറൻറ്റും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ഈസ് ഈക്വൽ ടു അതിലുള്ള റെസിസ്റ്റൻസ് ഒക്കെ കൂടി ആഡ് ചെയ്യുക. R1 + R2 ഈസ് ഈക്വൽ ടു 2 ohm + 4 ohm ഈസ് ഈക്വൽ ടു 6 ohm. ഇനി അതിലത്തെ കറൻറ്റ് എന്ന് പറയുന്നത് I ആണ്. I കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V/R ആണ്. V/R എന്ന് പറയുമ്പോൾ 3/6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0.5 ആംപിയർ. ഇനി നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് പ്രോപ്പർലി ആണ്. ABC തന്നിട്ടുണ്ട്, സെല്ല്, അതുപോലെ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ. അപ്പോൾ ഇത് ബിയും സിയുമായി കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്താലുള്ള കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെല്ല് സോഴ്സ് ഓഫ് EMF, വോൾട്ട് മീറ്റർ ടു മെഷർ വോൾട്ടേജ്, അമ്മീറ്റർ ടു മെഷർ കറൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ അപ്പുറത്തെ ഫിഗറും കൂടെ കൂട്ടുകാർ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.